ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 16. നാമസ്മരണയുടെ പ്രാധാന്യം. നാമസ്മരണ എന്നാൽ ഈശ്വരൻ്റെ തിരുനാമം സദാ സ്മരിക്കുക അല്ലെങ്കിൽ ജപിക്കുക എന്നാണ്. ഈശ്വര ലാഭത്തിനായി യജ്ഞിക്കുന്ന സാധകർ ചെയ്യുന്ന ആധ്യാത്മിക സാധനകളിൽ ഒന്നാണ് ഇത്. നാമസ്മരണയ്ക്ക് ഭഗവാൻ സായിബാബ നൽകുന്ന പ്രാധാന്യം ഒരു സംഭവത്തിലൂടെ വിശദീകരിക്കാം. ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി, ഞങ്ങൾ പലപ്പോഴും സമ്പൂർണ്ണ ശരണാഗതി എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ അത് സാധ്യമാകും? സ്വാമി സൗമ്യമായി മറുപടി പറഞ്ഞു, ബംഗാരു, ശരണാഗതി നിനക്ക് അതീതമാണ്. നീ എന്തിനതിനെക്കുറിച്ച് ചിന്താകുലനാകണം? നാമസ്മരണയിൽ മുഴുകൂ. ഈശ്വരൻ നിൻ്റെ ആവശ്യങ്ങൾ സാധിക്കാനായി സ്വയമേവ ഓടിയണയും. സ്വാമി ഒരിക്കൽ നാമസ്മരണയുടെ പ്രത്യേക പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ആധ്യാത്മിക സാധനങ്ങളിൽ ഏറ്റവും അത്യുത്തമം ഇതാണ്. ഈശ്വരൻ്റെ തിരുനാമം നിരന്തരം ജപിക്കുക. അതാണ് നാമസ്മരണ. ഒരിക്കലും പിഴവ് വരുത്താത്ത തപസ്സാണത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപ കുചേലിന് നേടാൻ കഴിഞ്ഞത് നാമസ്മരണയിലൂടെ മാത്രമായിരുന്നു. നിങ്ങൾ തിരുനാമം ജപിക്കുമ്പോൾ തീവ്രതയോടെ, അഗാധ ഭക്തിയോടെ, പ്രേമത്തോടെ ജപിക്കുക. അത് നിങ്ങൾക്ക് കലവറയില്ലാത്ത നേട്ടങ്ങൾ നൽകുന്നു. ഈ കലിയുഗത്തിൽ മോക്ഷത്തിനും ജനനമരണ ചക്രത്തിൽ നിന്നുമുള്ള മോചനത്തിനും തിരുനാമ ജപം മാത്രം മതിയാവും. മനസ്സിൻ്റെ വിക്ഷോഭം, ധനലോഭം തുടങ്ങി നിങ്ങളെ പീഡിപ്പിക്കുന്ന മറ്റ് രോഗങ്ങൾക്ക് ഒരേ ഒരു ദിവ്യൌഷധമാണ് നാമസ്മരണ. അത് നിങ്ങൾക്ക് ശാന്തിയും സംതൃപ്തിയുമേകുന്നു. ഈശ്വരൻ്റെ അനന്തനാമങ്ങളിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലോ രാജ്യത്തിലോ ഭക്ത വിഭാഗത്തിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് നാമവുമാകാം. ഏതെങ്കിലും ഒരു നാമം സ്വീകരിക്കും. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും നിത്യവും നാമസ്മരണയ്ക്കായി ഉപയോഗിക്കൂ. അത് നിങ്ങളുടെ നിത്യചര്യയുടെ ഭാഗമാകട്ടെ. നിങ്ങൾക്കത് അനന്തമായ നേട്ടങ്ങൾ നേടിത്തരും. തുളസമ്മ എന്നൊരു ഭക്ത വളരെക്കാലം മുമ്പ് പ്രശാന്ത് നിലയത്ത് താമസിച്ചിരുന്നു. ഒരിക്കൽ അവർ ജന്മനാട്ടിലേക്ക് പോയി. യാത്ര ഓട്ടോറിക്ഷയിൽ. യാത്രക്കിടയിൽ വൃക്ഷത്തിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞു. വിജനമായ സ്ഥലം. അവരുടെ കൈക്കുഴയിൽ ഗുരുതരമായ മുറിവേറ്റിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് വീണപ്പോൾ അവർ ഉറക്കെ കരഞ്ഞു, സായിറാം. അപകടം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കാർ ആ വിജന സ്ഥലത്തെത്തി. കാർ ഓടിച്ച് വന്ന ആൾ തുളസമ്മയും ഓട്ടോറിക്ഷ ഡ്രൈവറെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തൻ്റെ മുറിവ് ഗുരുതരമാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ താൻ ഇതിലും ഭീകരമായ ഒരു വിധിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നുവെന്ന് അവർക്ക് പിന്നീടാണ് അറിഞ്ഞത്. ഓട്ടോറിക്ഷ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ അമ്പരിപ്പിക്കുന്ന വിവരങ്ങൾ വെളിപ്പെട്ടു. യാത്രക്കാരിയുടെ ശരീരത്തിൽ വിലയേറിയ സ്വർണ്ണാഭരണം കണ്ടപ്പോൾ അത് കവർന്നെടുക്കാൻ ഓട്ടോറിക്ഷക്കാരന് പ്രലോഭനമായി. അതിനായിരുന്നു അയാൾ വിജനമായ സ്ഥലത്തുകൂടി വണ്ടി ഓടിച്ചതും മനഃപൂർവ്വം മരത്തിൽ വണ്ടി ഇടിപ്പിച്ചതും. ഇടിയുടെ ആഘാതത്തിൽ തുളസമ്മ ബോധരഹിതരാകുമെന്നും ആ സമയം ആഭരണവും കവർന്ന് കടക്കാമെന്നുമായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. പക്ഷേ സംഭവം നടന്ന നിമിഷം അവർ പൊടുന്നിനെ സായിറാം എന്നുറക്കെ വിളിച്ചു. ആ നാമസ്മരണ അയാളുടെ മനസ്സിൽ പരിവർത്തനത്തിന് തുടക്കമിട്ടു. ഭയങ്കരമായ ഈ അഗ്നിപരീക്ഷണത്തിനിടയിലും ഈശ്വരനാമം ഇത്ര ആവേശഭരിതരമായി അവർ ജപിക്കുന്നത് കേട്ട് അയാൾ അത്ഭുതപ്പെട്ടു. അവർ വളരെ കുലീനയും ഭക്തയുമായിരിക്കും എന്ന് അയാൾക്ക് തോന്നി. മാത്രമല്ല, അങ്ങനെ ഒരു മഹിളയെ കവർച്ച ചെയ്തുകൂടാ. മനസ്സ് വിലക്കി. അതിലുമുപരിയായി ആ സ്ഥലം സാധാരണഗതിയിൽ മിക്കവാറും വിജനമായിരിക്കും. അത്ഭുതമെന്ന വണ്ണം അന്ന് ആരോ ആ നിർണായക നിമിഷത്തിൽ കാറിൽ വന്നു. അയാളുടെ പദ്ധതിയും പൊളിഞ്ഞു. സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അസ്വസ്ഥനായി. ഇതിൽ ഈശ്വരൻ ഇടപെട്ടതാണോ? ആ ചിന്ത തന്നെ അയാളെ ഞെട്ടിച്ചു. ഡ്രൈവർ തുളസമ്മയോട് സമസ്തവും തുറന്നു പറഞ്ഞു. അയാളുടെ ആത്മാർത്ഥമായ പശ്ചാത്തലവും പ്രകടിപ്പിച്ചു. അയാൾ അതുകൊണ്ട് തൃപ്തനായില്ല. അന്നു മുതൽ അയാൾ ഭക്തയോട് സൗഹൃദത്തിലും വളരെ അടുപ്പത്തിലുമായി. അയാൾ മിക്കവാറും അവരെ സന്ദർശിക്കും. ക്ഷേമം തിരക്കും. താമസിയാതെ അയാൾ വളരെ അടുപ്പമുള്ള സുഹൃത്തിനെ പോലെ, ബന്ധുവിനെ പോലെ ആയിക്കഴിഞ്ഞു. ഈ സംഭവം നാമസ്മരണയുടെ ശക്തിയെ ഏറ്റവും ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുന്നു. നാമസ്മരണ എന്നാൽ ഈശ്വരനോട് ഹാജരാകാനുള്ള കൽപ്പന. പെദ്ദബുട്ടു ബാബയുടെ മഹാഭക്ത. നാം ആദ്യമേ അവരെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞു. ആ ഭക്ത സ്വാമിയോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, സ്വാമി, എന്താണ് ധ്യാനം? എങ്ങനെയാണ് ധ്യാനിക്കുക? സ്വാമി പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. പക്ഷേ ഒരിക്കൽ അവിടുന്ന് ഉദാസീനനായി അരുളി, ധ്യാനത്തെക്കുറിച്ച് ഓർത്ത് നീ ചിന്താകുലയാകേണ്ടതില്ല. നാമസ്മരണ ചെയ്യുന്നുണ്ടല്ലോ, ധാരാളം മതി. ഒരു രാത്രി സ്വാമിയുടെ വസതിക്ക് എതിരെയുള്ള വൃക്ഷച്ചുവട്ടിൽ പെദ്ദപ്പെട്ടു ഉറങ്ങുന്നു. ചാറ്റൽ മഴ തുടങ്ങിയപ്പോൾ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്വാമിയുടെ മുറിക്ക് പുറത്തുള്ള വരാന്തയിൽ ഉറങ്ങുവാൻ ഒരുങ്ങി. അവർ വിരിപ്പ് വിരിച്ചു. പിന്നെ പതിവ് ശീലം പോലെ ഓം ശ്രീ സായിറാം എന്ന് പറഞ്ഞു. സ്വാമി പുറത്തു വന്നു അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. വിഡ്ഢി, നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ബന്ധപ്പെട്ട് ചോദിച്ചു. സ്വാമി, ആരാണ് അവിടുത്തെ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? സ്വാമി തിരിച്ചടിച്ചു. നീ എന്നെ വിളിച്ചുകൊണ്ടിരുന്നാൽ എനിക്കെങ്ങനെ കിടക്കാനാവും, ഉറങ്ങാനാവും? ആ സാധു സ്ത്രീ വിശദീകരിച്ചു. സ്വാമി, എനിക്കതൊരു ശീലമാണ്, നാമസ്മരണ. അങ്ങനെ ഓം ശ്രീ സായിറാം എന്ന് മനസ്സിൽ ജപിച്ചു പോയതാണ്. സ്വാമിയെ വിളിച്ചു വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഭഗവാൻ അവരോട് പറഞ്ഞു, എന്താണ് ജപമെന്നാൽ അർത്ഥം? അതെന്നെ ക്ഷണിക്കുകയാണ്. ഈശ്വരനോട് വരാൻ കൽപ്പിക്കുന്നതും നാമസ്മരണയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നാമസ്മരണ എന്നാൽ ഈശ്വരനുള്ള ഫോൺ കോൾ. ശ്രീ കസ്തൂരിയുടെ പുത്രൻ മൂർത്തി ജിയോളജിയിൽ
ഗവേഷണം നടത്തുന്നു. ഗവേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആസാമിലെ വനാന്തരങ്ങളിൽ സഞ്ചരിച്ചു. അങ്ങനെ ഒരിക്കൽ മൂർത്തി തനിച്ച് കാട്ടിൽ യാത്ര ചെയ്യവേ ഒരു കരടിയുടെ മുന്നിൽപ്പെട്ടു. മൂർത്തി പ്രിയപ്പെട്ട ജീവന് വേണ്ടി പാഞ്ഞു. കരടി പുറകെയും. പ്രാണരക്ഷാർത്ഥം പാറക്കല്ലുകളിലൂടെ ഓടവേ അദ്ദേഹം കാലിടറി താഴെ വീണു. ബാബാ ബാബാ എന്ന് ഉറക്കെ വിളിച്ചു കൂവി. നിമിഷങ്ങൾക്കകം എവിടെ നിന്നറിയില്ല ഒരു മോട്ടോർ ട്രക്ക് പ്രത്യക്ഷമായി. മൂർത്തി അതിനുള്ളിൽ കയറി സുരക്ഷിതനായി. കുറച്ച് മാസം കഴിഞ്ഞ് മൂർത്തി പ്രശാന്ത് നിലയത്തിലെത്തി. സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഫോൺ എനിക്ക് കിട്ടിയിരുന്നു. ഞാനൊരു ട്രക്ക് ഉടൻ അയച്ചു. അത് കൃത്യസമയം തന്നെ അവിടെ എത്തിയില്ലേ? മായ, ഭീകരനായ നായ. മായാശക്തിയായ ഭഗവാൻ ഒരിക്കൽ ആലങ്കാരികമായ രീതിയിൽ വിവരിച്ചു. മായാധിനാഥനാണ് ഈശ്വരൻ. മായ ഒരു ഭീകരൻ നായ തന്നെ. ഈശ്വരൻ്റെ കവാടത്തിന് മുന്നിലെ പാറാവുകാരനാണത്. ആരെയും അകത്ത് കിടക്കാനോ യജമാന സമയം പോകാനോ അവൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഈശ്വരനടുത്ത് ചെല്ലാൻ ആത്മാർത്ഥമായും ആഗ്രഹമുണ്ടോ? എങ്കിൽ അതിന് 2 വഴികളുണ്ട്. ആദ്യത്തേത് യജമാൻ്റെ രൂപം സ്വീകരിക്കുകയാണ്. അപ്പോൾ നായ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതിനാണ് സാരൂപ്യം എന്ന് പറയുന്നത്, അതായത് ഈശ്വര രൂപ സാദൃശ്യം. പക്ഷേ വളരെ ചെറിയൊരു പിഴവ് പറ്റിയാൽ മതി, നായ നിങ്ങളെ ബാക്കി വെച്ചേക്കില്ല. രണ്ടാമത്തെ വഴി ഉച്ചത്തിൽ യജമാനെ വിളിച്ച് കീഴുകയാണ്. അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ നിലവിളി കേൾക്കും. ഈശ്വരൻ അപ്പോൾ ഇറങ്ങി വരും, കൈകൾ നീട്ടി സ്വീകരിക്കും, നിങ്ങളുടെ കയ്യിൽ പിടിച്ച് കാരുണ്യാതി രകത്താൽ അകത്തേക്ക് നയിക്കും. ഇതാണ് സാമീപ്യം, അതായത് ഈശ്വരൻ്റെ കൂടെ സദാ വസിക്കുക. ഈശ്വരൻ്റെ അരിമ ആയതുകൊണ്ട് നായ അവിടുത്തെ അനുസരിക്കും. നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് അവിടെ നിശ്ചയിച്ചാൽ നിങ്ങളെ നായ സ്പർശിക്കുക പോലുമില്ല. നിങ്ങൾ ഭയം എന്തെന്ന് അറിയുക പോലുമില്ല. എത്ര സുന്ദരവും ലളിതവുമായ ഉപമയാണ് ഭഗവാൻ തനിക്ക് നൽകിയത്. അവിടുന്ന് വെളിപ്പെടുത്തി എങ്ങനെയാണ് ഇച്ഛ ഭക്തന് മുന്നിൽ കീഴടങ്ങുന്നതെന്ന്. രണ്ടാമത്തെ വഴി എത്ര സുന്ദരം, സുഗമം. ഭക്തൻ ഭഗവാനെ ആത്മാർത്ഥതയുടെ ഹൃദയംഗവുമായി വ്യാകുലത നിറഞ്ഞ ശബ്ദത്തോടെ സമ്പൂർണ്ണ മനസ്സോടെ വിളിച്ചാൽ മാത്രം മതി. ഇതാണ് നാമസ്മരണ. ലക്ഷക്കണക്കിന് സായി ഭക്തന്മാർ ഇത് വ്യക്തിപരമായ അനുഭവമാണ്. നാമസ്മരണയാൽ ഭഗവാൻ വിളിയേൽക്കുന്നു. സീമാതീതമായ കരുണയോടെ സ്നേഹത്തോടെ ഭക്തന് മുന്നിൽ സ്വയം എത്തുന്നു. ഭഗവാൻ ഉപദേശിക്കുന്നു. ഇഷ്ടദേവതയുടെ നിരന്തരമായ നാമസ്മരണ ഭക്തനെ ഉയർത്തുന്നു. ഇഷ്ടദേവതാ സാരൂപ്യം നൽകുകയും ചെയ്യുന്നു. നിരന്തരമായ രാമസ്മരണ മൂലം സഹോദരനായ ഭരതന് രാമരൂപം തന്നെ ലഭിച്ച കാര്യം ശ്രീ സായിബാബ അരുളുന്നു. അതുതന്നെയാണ് ഉദ്ധവരുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഉദ്ധവരാകട്ടെ സദാ തൈലധാര പോലുള്ള കൃഷ്ണനാമസ്മരണയിലായിരുന്നു. ഈശ്വരനെ വ്യാകുലതയോടെ വിളിക്കൂ. തിരുനാമം ജപിക്കുമ്പോൾ അത് ഈശ്വരലാഭത്തിനായിട്ടുള്ള വ്യാകുലതയുടെ തീവ്ര പ്രേമത്തോടെ ആകട്ടെ. തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥനയുടെ പിന്നിലുള്ള വ്യാകുലതയാണ് ഈശ്വരൻ എപ്പോഴും കണക്കിലെടുക്കുക. ഈ പ്രസ്താവന രസകരമായൊരു കഥയോടെ വിശദീകരിക്കുന്നു. അന്ന് ആദിശങ്കരൻ കൊച്ചുകുട്ടി. ശ്രീ രാജരാജേശ്വരിയാണ് അവരുടെ കുടുംബദേവത. ശങ്കരൻ്റെ പിതാവ് നിത്യേന ദേവിയെ ആരാധിച്ചിരുന്നു. ഒരു ദിവസം കുടുംബാവശ്യങ്ങൾക്കായി അദ്ദേഹത്തിന് യാത്ര പോകേണ്ടി വന്നു. അതിനാൽ ദേവി പൂജയുടെ ചുമതല കൊച്ചു ശങ്കരനെ ഏൽപ്പിച്ചു. പതിവ് പോലുള്ള പൂജകൾ ബാലൻ നടത്തി. ഒടുവിൽ ദേവിക്കായി പാൽ സമർപ്പിച്ചു. അതിനുശേഷം പ്രതീക്ഷയോടെ ദേവിയുടെ വരവും കാത്തു. സമർപ്പിക്കുന്ന പാൽ എന്നും ദേവി കുടിക്കാറുണ്ടെന്നായിരുന്നു കുട്ടി വിശ്വസിച്ചിരുന്നത്. ഇന്ന് അത് സംഭവിക്കാത്തതിനാൽ കനത്ത മനോദുഃഖത്തോടെ കവിളിലൂടെ മിഴിനീരൊഴുക്കി ഹൃദയപൂർവ്വം ബാലൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മേ, എന്താണ് കാരണം? ഞാൻ സമർപ്പിച്ച പാൽ എന്തേ ദേവി സ്വീകരിക്കാത്തത്? അമ്മേ, എന്നിൽ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കില്ലേ? പിഞ്ചുബാലൻ്റെ ഹൃദയ നൊമ്പരം ലോകമാതാവിൻ്റെ ഹൃദയം ആർദ്രമാക്കി. ബാലൻ സമർപ്പിച്ച പാൽ മുഴുവൻ ദേവി കുടിച്ചു. പിതാവ് ദേവിക്ക് പാൽ സമർപ്പിക്കുന്നതും പിന്നീട് പ്രസാദമായി കുടുംബാംഗങ്ങൾക്ക് നൽകുന്നതും ശങ്കരൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ പാത്രത്തിൽ ഒരു തുള്ളി പോലും ബാക്കിയില്ല. പ്രസാദം മുഴുവൻ താൻ കഴിച്ചുവെന്ന് ആളുകൾ കരുതുമോ? ലജ്ജയാലും നിരാശയാലും ശങ്കരൻ കരഞ്ഞു. കുട്ടിയുടെ ദീനത കണ്ട് കാരുണ്യവതിയായ ജഗന്മാത പാത്രത്തിൽ പാൽ നിറച്ചു. ജഗജ്ജനനിയുടെ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ശങ്കരൻ്റെ വ്യാകുലതയോടുകൂടിയ പ്രാർത്ഥന അങ്ങനെ സമ്പൂർണ്ണം നിറവേറി. വളരെ അടുത്തയിടെ ഇതുപോലെ തന്നെ ഒരു സംഭവം അരങ്ങേറി. അത് സ്വാമി വിവരിച്ചതിങ്ങനെ. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഇരിപ്പുണ്ട്. ഒരിക്കൽ അയാൾ പെട്ടെന്ന് ഉറക്കെ കരഞ്ഞു. സ്വാമി, ആ നിലവിളിയിലെ നൊമ്പരം, വിശ്വാസം, വ്യാകുലത ഇവ എനിക്ക് മനസ്സിലായി. സംഭവിച്ചതാണ്. അയാളുടെ ഭാര്യയുടെ സാരിയിൽ തീ പിടിച്ചു. അഗ്നിനാളങ്ങൾ ഉയർന്നു പൊങ്ങി. ഭയസ്തംഭനായ അയാൾക്ക് എന്നെ സ്മരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഭർത്താവ് നിസ്സഹായനായ ഉന്മത്തനെ പോലെ എന്നെ വിളിച്ചു കരഞ്ഞു. അവരുടെ സ്ഥലം 200 മൈൽ അകലെ. ആ വിളി കേട്ട മാത്രം ഞാൻ അവിടെ എത്തി. കൂടുതൽ നാശമുണ്ടാകും മുമ്പ് തീ കെടുത്തി ആ നിലവിളിയിൽ ഉണ്ടായിരുന്ന കഠിന വേദന അതാണ് എന്നെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയത്. നിനക്കായി ഞാൻ സദാ കാത്തിരിക്കുന്നു. ഭക്ഷണവേളയിൽ ഹാളിലിരുന്നൊരു ഭക്തൻ തുടർച്ചയായി അതീവ നൊമ്പരത്തോടെ സ്വാമി സ്വാമി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. സ്വാമി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഇൻ്റർവ്യൂ റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സ്വാമിയുടെ സ്നേഹത്തിനായി ദിവ്യ സമീപത്തിനായി യുമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് തീവ്രമായ ആഗ്രഹമായിരുന്നു. സ്വാമി മുറിക്കകത്ത് കയറി വാതിലടച്ച് താഴ്ന്നിട്ട് ഭക്തന് ഏറെ നേരം സ്വയം പിടിച്ചു നിൽക്കാനായില്ല. അയാൾ പെട്ടെന്ന് പറഞ്ഞു, സ്വാമി, കഴിഞ്ഞ 3 ആഴ്ചയായി ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. നീണ്ട 3 ആഴ്ചക്കാലം സ്വാമി ചുറ്റിത്തിരിഞ്ഞു നിന്ന് സ്വാമി മധുരമായി പറഞ്ഞു, ബംഗാരു, നിനക്കറിയും എത്ര കാലമായി ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണെന്ന്. മനുഷ്യൻ ഇടി വെട്ടേറ്റതുപോലെയായി. ഈശ്വരൻ യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നുവോ തനിക്ക് വേണ്ടി? ആ ചിന്ത അയാളെ നിസ്സഹായാവസ്ഥയിലാക്കി. ബാബയുടെ പ്രേമ പ്രഭാവത്തിൻ്റെ ശക്തി താങ്ങാനാവാതെ അയാൾ ഏങ്ങലടിക്കാൻ തുടങ്ങി. അതെ, അതൊരു സത്യമാണ്. എപ്പോഴാണ്
അവൻ വരിക എപ്പോൾ എന്നിങ്ങനെ ചിന്തിച്ച് ഓരോ നിമിഷവും നമുക്ക് ഓരോരുത്തർക്കായി സ്വാമി കാത്തിരിക്കുകയാണ്. അവിടുന്ന് അരുളുന്നു, ബംഗാരു, നീ എപ്പോൾ എന്നരികിൽ വന്നാലും അപ്പോൾ ഞാൻ നിനക്കായി കാത്തിരിക്കുമായിരുന്നു എന്നത് നിനക്ക് മനസ്സിലാവും. അപ്പോൾ വ്യക്തി സ്വയം ന്യായീകരിക്കും. സ്വാമി, എനിക്കിപ്പോൾ വരാൻ കഴിയില്ല. ഞാൻ വളരെ കാര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഞാൻ അടിമത്തത്തിലാണെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ വരാൻ കഴിയുന്നില്ല സ്വാമി. ഭഗവാൻ ഹിതാനുവർത്തിയാണ്. അവിടുന്ന് അവന് വീണ്ടും ഉറപ്പിക്കുന്നു, ബംഗാരു, തെല്ലും പരിഭ്രമിക്കേണ്ട. നിനക്കിൻ്റെ സമീപം വരാൻ എപ്പോൾ കഴിയുമെന്നത് കാര്യമാക്കേണ്ടതില്ല. നിനക്ക് ആവശ്യമുള്ളത്ര സമയം എടുത്തോളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിനക്ക് സദാ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ആ വരവിന് ധാരാളം ജന്മങ്ങൾ പോലും വേണ്ടി വന്നേക്കാം. ഭക്തന്മാർ സ്വാമിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. സ്വാമി ഇൻ്റർവ്യൂ ഭക്തർ ആവശ്യപ്പെടുന്നു. അവിടുന്ന് ഉത്തരമേയുന്നു, കാത്തിരിക്കൂ. അവർ തങ്ങളുടെ ഊഴത്തിനായി വെറുതെ കാത്തിരിക്കണമെന്നല്ല അതിനർത്ഥം. അവർ വളരെയേറെ കാത്തിരിക്കേണ്ടവരാണ്, ഏറെ ഭാരമുള്ളവരാണ് ഒന്നുകൂടി അതിനർത്ഥമുണ്ട്. അവർ കുറേ ദിവസങ്ങൾ കൂടി, ചിലരുടെ കാര്യത്തിൽ വർഷങ്ങൾ കൂടി ആ ആഗ്രഹത്തോടെ കാത്തിരിക്കണം. സ്വാമി തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കാത്തതിൻ്റെ തീവ്ര നൊമ്പരം കുറെ കൂടി അനുഭവിക്കണം. അവർ അങ്ങനെ കുറച്ച് തപസ് ചെയ്യുമ്പോൾ സ്വാമി അവർ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. അതാണ് ഇങ്ങനെ പറയുന്നത്, സാധകൻ തപസ്സിലൂടെ തൻ്റെ ഭാരം കുറയ്ക്കണം. ആത്മസംയമനം, നിരന്തരമുള്ള നാമസ്മരണ, സായിധ്യാനം ഇവയിലൂടെ രാഗദ്വേഷങ്ങളാകുന്ന ദുസ്സംഗത്തിൻ്റെ ഭാരം സ്വയം ഒഴിവാക്കുകയും വേണം. ഒരുവനെ വലിച്ചു താഴ്ത്തുന്നത് അതാണ്. ഈ വിധം ഭക്തൻ സ്വയം ഒരുങ്ങുമ്പോൾ, അസഹ്യമായ ഭാരം കുടഞ്ഞു കളയുമ്പോൾ, അങ്ങനെ ലഘുവാകുമ്പോൾ സ്വാമി തീർച്ചയായും അയാളെ തൻ്റെ അരികിലേക്ക് ക്ഷണിക്കും. തീർച്ച. മറ്റൊരു രീതിയിൽ ഇക്കാര്യം സ്വാമി തന്നെ വിശദീകരിക്കുന്നുണ്ട്. സ്വാമി അരുളുന്നു, നിങ്ങൾ എന്നോട് കൂടുതൽ അടുക്കും തോറും എൻ്റെ പ്രേമം കൂടുതൽ നേടുന്നു. നിങ്ങൾ കൂടുതൽ ദഹിക്കേണ്ടതായും വരുന്നു. നമ്മിലെ മാലിന്യങ്ങളും കുറവുകളും പൈശാചിക സ്വഭാവമാണ് ഭഗവാൻ ദഹിപ്പിക്കുന്നത്. അത് നമ്മെ ആധ്യാത്മിക പരിശുദ്ധിയിലേക്ക് നയിക്കുന്നു, സംസ്കരിക്കുന്നു. ആ ദഹനക്രിയ സ്വാമിയുടെ പ്രേമമാവുന്ന കവചത്തോട് കൂടിയതാകയാൽ സാധാരണ ഈ അഗ്നിപരീക്ഷയിൽ പിടിച്ചു നിൽക്കാനാവും. മർദ്ദിതർ എൻ്റെ മക്കൾ. കർണാടകയിലെ ദാവൻഗരയിലുള്ള കോളേജിൽ ശ്രീ കസ്തൂരി പ്രിൻസിപ്പലായിരുന്നു സമയം. അദ്ദേഹത്തിനൊരു ശിപ്പായി ഉണ്ടായിരുന്നു, അനന്തപ്പ. സ്വാമിയുടെ അഗാധ ഭക്തിയായിരുന്നു അനന്തപ്പയ്ക്ക്. ശ്രീ കസ്തൂരിയുടെ ഗൃഹത്തിൽ ഭജനയുള്ളപ്പോൾ അനന്തപ്പ ഭജനയ്ക്ക് വേണ്ടുന്ന പൂക്കൾ, പഴങ്ങൾ, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവ സംഘടിപ്പിച്ചു കൊണ്ടുവരും. ഒന്നാന്തരം സാധനങ്ങൾ ലഭിക്കാനായി അനന്തപ്പ അങ്ങാടിയിലെ കടകൾ തോറും കയറി ഇറങ്ങി തെരച്ചിൽ നടത്തും. വീട്ടിലുള്ള സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ വളരെ ദയനീയമായി അനന്തപ്പ അഭ്യർത്ഥിക്കും, ഒരു പുഷ്പം തൻ്റെ കയ്യിലേക്ക് തരണേ. മറ്റാരുമില്ലാത്തപ്പോഴാണ് സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് അനന്തപ്പ ഇങ്ങനെ സംസാരിക്കും. ഒരിക്കൽ ഭഗവാന്റെ പടത്തിൽ ചാർത്തിയിരുന്ന ഒരു വാടിയ പുഷ്പമാല അനന്തപ്പയ്ക്ക് കൊടുത്തു. അദ്ദേഹം അത് പ്രസാദം എന്ന നിലയിലാണ് സ്വീകരിച്ചത്. ഒരിക്കൽ സ്വാമി തൻ്റെ വലിയൊരു ഫോട്ടോ കസ്തൂരിക്ക് നൽകിക്കൊണ്ടരളി, ഇത് ദാവൺഗരയ്ക്ക് കൊണ്ടുപോകും, അനന്തപ്പയുടെ ക്ഷേത്രത്തിൽ വയ്ക്കും. അനന്തപ്പയുടെ കൊച്ചുകുടിലിൽ സ്വാമിയുടെ വാക്കിനാൽ ശരിക്കും ഒരു ക്ഷേത്രം തന്നെയായി. ആ ചിത്രത്തിൽ നിന്നും വിഭൂതി പൊഴിയാൻ തുടങ്ങി. എണ്ണമറ്റ ആളുകൾ അത് ദർശിക്കാനായി വന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ സ്വാമി അഭിപ്രായപ്പെട്ടു, ലങ്കയിലുണ്ടായിരുന്ന വിഭീഷണ പോലെയാണ് അനന്തപ്പ എന്ന്. അനന്തപ്പയുടെ ഇളയ പുത്രിയുടെ ഭർത്താവിന് മൈസൂരിലെ റെയിൽവേ വകുപ്പിലാണ് ജോലി. ബാംഗ്ലൂരിലെ ഒരു വിജനമായ ഗൃഹത്തിലായിരുന്നു താമസം. അയാളോ സംശയാലു ഭാര്യയും സംശയിക്കുന്നു. അയാൾ ആ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ ജയിൽ പുള്ളിയിലെ പോലെ ഒരു മുറിയിൽ തടവിലാക്കി. അയാളെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആർക്കും അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. ഇത്തരം പീഡനം സഹിക്കാൻ വയ്യാതെ ആ പാവ സ്ത്രീ തന്നെ പുട്ടപർത്തിയിൽ സത്സായി ബാബയുടെ സമീപം കൊണ്ടുപോകാൻ ഭർത്താവിനോട് കെഞ്ചി. അവിടെ ചെല്ലുമ്പോൾ താൻ പതിവ്രതയെന്ന് ബാബ പറഞ്ഞാൽ തന്നെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുക, മറിച്ചാണെങ്കിൽ പുട്ടപർത്തിയിൽ വെച്ച് തന്നെ ഞാൻ ജീവിതം അവസാനിച്ചു കൊള്ളാം. അങ്ങനെ അനന്തപ്പ, ഭാര്യ, പുത്രി, രാമാധവ് ഇവരെല്ലാവരും പർത്തിക്ക് യാത്രയായി. സ്വാമി കരുണാമൂർത്തി വിഭു അവരെ ഇൻ്റർവ്യൂ റൂമിലേക്ക് ക്ഷണിച്ചു. രാമാധവനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യ വിശിഷ്ടയാണ്. ശ്രീരാമപത്നി സീതയെപ്പോലെ പരിശുദ്ധ, പത്നി പാർവതി ദേവിയെ പോലെയാണ് അവൾ. സ്വാമി അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്ക് സ്വാമിയുടെ വാക്കുകൾ ഇഷ്ടമായില്ല. മാത്രമല്ല കൂടുതൽ ദുഷിക്കാനും തുടങ്ങി. സ്വാമി അയാളെ മുറിക്ക് പുറത്താക്കി വാതിലടച്ചു. അനന്തപ്പയോട് പരിഭ്രമിക്കേണ്ടെന്ന് ഉപദേശിച്ചു. അവിടുന്ന് ഒരു ഉറപ്പും കൂടി കൊടുത്തു, മകളുടെ ഭർത്താവിന് ഉടൻ തന്നെ തീർച്ചയായും മാറ്റം വരുമെന്ന്. അയാൾ ഭാര്യയോടൊപ്പം സന്തുഷ്ടനായി ജീവിക്കുമെന്ന് അരുളി. മടക്കയാത്രയിൽ അവർ പെനിക്കൊണ്ടയിലെത്തിയപ്പോൾ രാത്രി വളരെ വൈകി. അർദ്ധരാത്രിക്ക് കുണ്ടയ്ക്കൽ നിന്നും വരുന്ന ട്രെയിനിൽ അവർ സ്റ്റേഷനിൽ കാത്തിരുന്നു. അനന്തപ്പയുടെ ജാമാതാവ് പുണ്യപുരുഷന്മാരെയും സന്യാസിമാരെയും വാദവരാതെ നിന്ദിച്ചുകൊണ്ടേയിരുന്നു. അനന്തപ്പ കടുത്ത നിരാശയിലെ, കാരണം അയാൾ തൻ്റെ ഹീനമായ പാത വെടിയുന്നില്ലല്ലോ എന്നോർത്ത്. അർദ്ധരാത്രി ട്രെയിനെത്തി. ജമാദാവ് അനന്തപ്പനും ഭാര്യയും പുത്രിയും 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറ്റി. അയാളാകട്ടെ ഫസ്റ്റ് ക്ലാസ്സിലുള്ള റെയിൽവേ ജീവനക്കാരനായിരുന്നാൽ അയാൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. രാത്രി 1 മണിയായി. ട്രെയിനിൽ ദൊണ്ടിഭാവി എന്ന സ്റ്റേഷനിൽ നിർത്തി. പെട്ടെന്ന് ജാമാധവ് ഭയങ്കര വേദനയാൽ അലമുറിയിടാനും ഉറക്കെ കരയാനും തുടങ്ങി. ഉറക്കെയുള്ള നിലവിളി കേട്ട് ഗാർഡ് കോച്ചിനകത്തേക്ക് ചെന്നു. സംഭവിച്ചതെന്നറിയാൻ അയാളുടെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാൻ റെയിൽവേ ജീവനക്കാർ തടിച്ചുകൂടി. അയാൾ തൻ്റെ കവിളുകൾ തിരുമുന്നത് കാണാൻ വരുന്നു. ഭയസ്തബ്ധനായ അയാൾ ചുറ്റിനും ഒളിഞ്ഞു നോക്കി. ഗാർഡ് അയാളോട് ചോദിച്ചു, ആരാണ് ഇതിൽ കയറി നിൻ്റെ ചെവിട്ടിലടിച്ചത്? നിലവിളിച്ചിട്ട് ഞരങ്ങിയും അയാൾ ട്രെയിനിൽ നിന്നും താഴെ ഇറങ്ങി. സ്റ്റേഷൻ മാസ്റ്ററെ മുറിയിൽ പോയിരുന്നു സംഭവിച്ചതെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു.
ദോണ്ടി ഭാവി സ്റ്റേഷന് ഉദ്ദേശം 6 മൈലുകൾക്ക് മുമ്പ് അയാൾ തുടർന്നു. പെട്ടെന്നാണ് ലൈറ്റ് തെളിഞ്ഞത്. ഞാൻ ഉണർന്ന് എൻ്റെ ബർത്തിലിരുന്നു. അവിടെ മുഴുവൻ സായിബാബ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ചുവന്ന പ്രഭ. ബാബ എൻ്റെ കവിളിൽ അടിക്കാൻ തുടങ്ങി. എനിക്ക് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ സ്വാമി നിറഞ്ഞു നിന്നിരുന്നു. എല്ലാ ദിശയിൽ നിന്നും എനിക്ക് അടി കിട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ ചെവിട്ടിൽ അടിക്കുന്നതോടൊപ്പം ബാബ പറഞ്ഞുകൊണ്ടിരുന്നു, അവൾ നിഷ്കളങ്കയും പതിവ്രതയുമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അല്ലേ? നീ അവളെ പീഡിപ്പിക്കുന്നത് നിർത്തുമോ ഇല്ലയോ? അവൾ എൻ്റെ കുട്ടിയാണ്. അവൾ മാത്രമല്ല, മർദ്ദിതരെല്ലാം എൻ്റെ കുട്ടികൾ. നീ എന്നെ അനുസരിക്കുമോ? അതിനെ നിനക്കാവുമോ? ട്രെയിനിങ് സ്റ്റേഷൻ അടുക്കാറായപ്പോഴേക്കും ചുവന്ന പ്രഭ അപ്രത്യക്ഷനായി. എല്ലാം പഴയതുപോലെ. ഈ സംഭവത്തിന് ശേഷം ആ ദമ്പതികളുടെ ജീവിതത്തിൽ സമൂല പരിവർത്തനം വന്നു. അവർ വളരെ യോജിപ്പോടെ പ്രേമപൂർവ്വം ഒരുമയോടെ ജീവിക്കാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഭഗവാൻ ഭക്തനുമായി സംസാരിക്കുമായിരുന്നു. അവിടുന്ന് അരുളി, ശ്രദ്ധയിലെ സായിബാബ പലപ്പോഴും ദേഷ്യം കാണിക്കാറുണ്ടെന്ന്. പക്ഷേ ഈ അവതാരം പ്രേമസ്വരൂപം മാത്രം. ശ്രീ കസ്തൂരി സ്വാമിയുമായി ഇടയ്ക്ക് പറഞ്ഞു, സ്വാമി, ഈ അവതാരത്തിൽ അവിടുന്ന് ആരെയും തല്ലിയിട്ടില്ലേ? ബാബ മറുപടി അരുളി, ഞാനിപ്പോൾ പ്രേമം ഉടലെടുത്തതാണ്. പക്ഷേ ശ്രീ കസ്തൂരി വിടാതെ പിടിച്ചു നിന്നു. ഈ അവതാരത്തിൽ അവിടുന്ന് ആരെയും അടിച്ചിട്ടില്ലേ? സ്വാമി അറിഞ്ഞ ഉത്തരമരുളി, അനന്തപ്പയുടെ ജാമാതാവിൻ്റെ കാര്യമാണോ നീ പരാമർശിക്കുന്നത്? ഞാൻ അവനോട് ചെയ്തത് അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ലേ? ശ്രീ കസ്തൂരി പറഞ്ഞു, സ്വാമിയുടെ പ്രേമവും കൃപയും ആ പാവപ്പെട്ട സരളയായ പെൺകുട്ടിയിൽ ധാരാളം ചൊരിയപ്പെട്ടു. മഹാകാരുണ്യവനായ ബാബ കൂട്ടിച്ചേർത്തു. അതെ, ആ മരുമകളിലും കൂടി. ആടും മനസ്സും. രാജാവ് ഒരിക്കൽ ഗ്രാമീണരെ വിളിച്ചു വരുത്തി അവർക്ക് ഓരോ ആടിനെ നൽകിയിട്ട് ഉത്തരവിട്ടു, തങ്ങൾക്ക് കിട്ടിയ ആടുകളെ ഓരോരുത്തരെയും നന്നായി സംരക്ഷിക്കണം. പക്ഷേ ഒരു അവസ്ഥയും കൂടി രാജാവ് അറിയിക്കുന്നു. ഒരിക്കൽ ആടിനെ എൻ്റെ മുന്നിൽ ഹാജരാക്കണം. അന്ന് അവ പച്ചിലകൾ തിന്നുകൂടാ. അതായത് ഇലകൾ കഴിക്കുന്നതിൽ നിന്നും ആടുകൾ വിമുഖരാകണം. ആടുകളെ ഇങ്ങനെ വിജയപൂർവ്വം മാറ്റിയെടുക്കുന്നവർക്ക് 10,000 സ്വർണ്ണനാണയങ്ങൾ പാരിതോഷികം നൽകുന്നതാണ്. ഗ്രാമീണർ ചിന്തിച്ചതിങ്ങനെ, ആടുകളെ മുക്കുമുട്ട തീറ്റിക്കുക. അപ്പോൾ അവറ്റകളുടെ ഉദരം ഇനിയൊന്നും കഴിക്കാൻ വയ്യാത്ത വിധം നിറയും. അപ്പോൾ അവ പച്ചിലകൾ പോലും തൊടില്ല. അന്നു മുതൽ അവർ അങ്ങനെ ആടിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി വേറൊരു ഉപായമാണ് കണ്ടെത്തിയത്. അവർ ആടിന് മുന്നിൽ പച്ചില എടുത്തിട്ടു. ആട് ഇല കടിക്കാൻ തുടങ്ങിയതും വേളയിൽ അതിൻ്റെ മുഖത്ത് വടി കൊണ്ടരടി. ഇത് പലവട്ടം ആവർത്തിച്ചതോടെ വിശപ്പുണ്ടെങ്കിൽ പോലും ആട് ഇല തൊടാതെയായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആടുകളെ കൊണ്ടുവരാൻ രാജാവ് ഉത്തരവിട്ടു. രാജാവ് ആടുകളെ പരീക്ഷിച്ചു. ഇലകൾ കണ്ട ഉടനെ ആടുകളെല്ലാം തീറ്റ തുടങ്ങി. പക്ഷേ ഒരാട് മാത്രം ഇല കണ്ട ഭാവം പോലും നടിച്ചില്ല. മാത്രമല്ല, ആടിന് കണ്ണ് പെൺകുട്ടിയുടെ കയ്യിലിരുന്ന വടിയിലുമായിരുന്നു. രാജാവ് സന്തുഷ്ടനായി. ആടിനെ താൻ പറഞ്ഞു വിധം മെരുക്കിയെടുത്ത പെൺകുട്ടിക്ക് 10,000 സ്വർണ്ണനാണയങ്ങൾ സമ്മാനം നൽകി. മനോനിയന്ത്രണത്തിന് ഇത്തരം കഠിന പരിശീലനവും കടുത്ത അച്ചടക്കവും വേണം. ധീരനായ അർജുനൻ പോലും സമ്മതിച്ചു. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലവത് ദൃഢം. അല്ലയോ കൃഷ്ണ, മനസ്സ് ചഞ്ചലവും ശോഭിക്കുന്നതും ശക്തിയും ബലവത്തുമാണ്. നിയന്ത്രിക്കാൻ വിഷമവും ക്ലേശവുമുള്ള ഈ മനസ്സിനെ മെരുക്കാനുള്ള ജ്ഞാനം തനിക്ക് ഏകിയാലുമെന്ന് അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. മനസ്സിനെ ജയിക്കാനുള്ള ഒരേ ഒരു വഴി നിരന്തരമുള്ള കഠിനമായ ആധ്യാത്മിക സാധനം മാത്രമാണെന്നതിൽ സംശയം വേണ്ട. ഓം ശ്രീ സത്യസായി പരിബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി ശാന്തി. 16-ാം അധ്യായം സമാപ്തം.